വണ്ടി ഓണാക്കി വെച്ചിരിക്കുന്നൊന്നുമില്ല കേട്ടോ. ഉബൈദിൻ്റെ പെട്രോൾ ചലഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പോകാൻ വേണ്ടി ഓണാക്കി വെച്ചിരിക്കാം. പക്ഷേ ഞാൻ അവിടെ എത്തിയപ്പോൾ ഞാൻ ചെന്ന് ഞെട്ടിപ്പോയി. ഞാൻ അവിടെ എത്തിയപ്പോഴും ഏകദേശം 18ാമത്തെ ആളായിട്ടാണ് ഞാൻ അവിടെ എത്തിയത് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ ചെക്കൻ അവിടെ നിന്ന് ഫുള്ള് വീഡിയോയും കാര്യങ്ങളും ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരുമായിട്ടും പരിചയപ്പെടലും ഇൻട്രാക്ഷനൊക്കെ ചെയ്യുന്നുണ്ട്. ആൾ വളരെ സിമ്പിളാണ് കേട്ടോ. ആളുടെ 1 മില്യൺ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ചലഞ്ച് അവിടെ വെച്ചത് കേട്ടോ. ആദ്യം വരുന്ന 20 ആൾക്കാണ് ഈ ഒരു ചലഞ്ച് പങ്കെടുക്കാൻ പറ്റുമോ എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ പിന്നെ അത് ആൾ കൂടിയത് കൊണ്ട് ഒരു 30-35 പേരിലേക്കൊക്കെ അവസാനം അത് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിലാണ് ഈ ഒരു 30-35 ആൾ അവിടെ എത്തിയത്. ഞാൻ വിചാരിച്ചു ഞാനായിരിക്കും ചിലപ്പോൾ ഫസ്റ്റ് അവിടെ എത്തുക എന്നുള്ളത്. അതായത് ഞാൻ 1 മണി മുതൽ 1 മണിക്ക് അല്ലെങ്കിൽ 1 മണിക്കാണ് പോസ്റ്റ് ഇടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ആ 1 മണി മുതൽ വെയിറ്റ് ചെയ്ത് അതിലിരിക്കുന്നുണ്ടായിരുന്നു. ഈ ഇവരെ സ്റ്റോറി നോക്കിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ 1 മണിക്ക് ഇങ്ങനെ കണ്ടില്ല. പിന്നെ ഞാൻ അവിടെ തന്നെ ആ പോസ്റ്റ് സ്റ്റോറി നോക്കി ഇങ്ങനെ ഇരുന്ന് ലാസ്റ്റ് 2 മണിക്കാണ് സ്റ്റോറി അപ്ലോഡ് ചെയ്തത്. മഴ എന്തോ ഇഷ്യൂ ആയതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് 2 മണിക്ക് അപ്ലോഡായി. ഞാൻ ആ സമയത്ത് അവിടെ നിന്ന് വിട്ടു. പക്ഷേ ഒരു 5-7 മിനിറ്റ് കൊണ്ട് ഞാൻ അവിടെ എത്തിയിട്ടുണ്ടാവും. പക്ഷേ 7 മിനിറ്റ് കൊണ്ട് അവിടെ എത്തുമ്പോഴേക്കും അവിടെ ആൾ ഫുള്ളായിട്ടുണ്ടായിരുന്നു. മറൈൻ ഡ്രൈവ് പെട്രോൾ പമ്പിലായിരുന്നു കേട്ടോ ഈ ചലഞ്ച് വെച്ചത്. പിന്നെ ആളുടെ 1 മില്യൺ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് കേക്ക് കട്ടിങ് കൂടെ പ്ലാൻ ചെയ്തിരുന്നത്. 2 കേക്ക് പുള്ളി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനും കൂടി വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ പോകാൻ പറ്റുമെന്ന് പുള്ളി ആദ്യം തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവിടെ വന്ന് നിന്ന്, അതായത് പെട്രോൾ പമ്പിലേക്ക് എണ്ണയടിക്കാൻ വന്ന ആൾക്കാർക്ക് ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കിയാണ് എന്താ സംഭവം എന്നുള്ളത്. അങ്ങനെ അങ്ങനെ ആൾക്കാരൊക്കെ ഓരോന്നായി പെട്രോൾ അടിച്ചു. അതുപോലെ തന്നെ വലിയ 2-3 വണ്ടികളും കൂടെ ഇതിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആൾക്കാർ പിന്നെയും കൂടി കേട്ടോ. ആൾക്കാർ 35-ലധികവും പിന്നെയും ആൾക്കാർ അവിടെ എത്തി കേട്ടോ. അങ്ങനെ ഒരു ലാസ്റ്റ് എത്തിയ ആൾക്കാർക്കൊക്കെ പിന്നെയും എന്തൊക്കെയോ എനിക്ക് തോന്നുന്നു 100 രൂപയുടെയൊക്കെ പിന്നെയും അടിച്ചു കൊടുത്തെന്ന് തോന്നുന്നു ആൾ. അങ്ങനെ പെട്രോൾ അടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഉണ്ടായത് ഫോട്ടോസൊക്കെയാണ് കേട്ടോ. എല്ലാവരും ആയിട്ടും ആൾ ഫോട്ടോ ഒക്കെ എടുത്തു, സെൽഫിയും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു. എല്ലാവരും ഹാപ്പി ആക്കി കേട്ടോ. പുള്ളിയും ഹാപ്പിയായി, വന്ന് നിൽക്കുന്ന ആളും ഹാപ്പിയായി. ആൾ അടിപൊളി. എന്താണ് ഒരു 1 മില്യൺ ആയതിൻ്റെ ഒരു അഹംഭാവം നമുക്കവിടെ ആളുടെ ഒരു മുഖത്തൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര അടിപൊളി. ആൾ നൈസാണ്. പിന്നെ അവിടെ നേരെ നമ്മൾ എന്താ പറയുക, അവിടെ ഒരു പെട്രോൾ പമ്പിൽ നമ്മൾ കേക്ക് മുറിക്കാൻ പാടില്ല കേട്ടോ. അവിടെ നിന്ന് നേരെ നമ്മൾ ഈ അബ്ദുൽ കലാം ആസാദ് പാർക്കിലേക്ക് പോയി. അവിടെ നിന്നാണ് പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്തത് കേട്ടോ. 2 കേക്കാണ് പുള്ളി ഓർഡർ ആക്കിയത് കേട്ടോ. അപ്പോൾ 2 കേക്കും അവിടെ എത്തി. പിന്നെ അവിടെയുള്ള കുറച്ച് ആളും കൂടെ കൂടി അടിപൊളിയായി, ഹാപ്പി. എല്ലാവരും കൂടി നല്ല രീതിയിൽ പുള്ളിയും ഹാപ്പിയാക്കി അടിപൊളിയായിട്ട് കേക്ക് മുറിച്ചു കേട്ടോ. പുള്ളിയുടെ 1 മില്യൺ സെലിബ്രേഷൻ അടിപൊളിയായിട്ട് ആഘോഷിച്ചു കേട്ടോ. പുള്ളിയും നല്ല ഹാപ്പിയായി. കേക്കിൻ്റെ പേരൊന്നും എനിക്കറിയില്ലെങ്കിലും ഞാൻ 2 കേക്കൊന്നും നല്ലോണം കഴിച്ചു കേട്ടോ. ഒറ്റക്ക് വഴിവിട്ട് വന്ന ഒരു മുതൽ തന്നെ നമുക്ക് ഇയാൾ പറയാം കേട്ടോ. അതായത് ഇയാളുടെ വീഡിയോ കണ്ടിട്ട് ഇയാളങ്ങനെ ജസ്റ്റ് ഒന്ന് കാണണം എന്നുള്ള മൈൻഡിൽ മാത്രമാണ് ഞാൻ അവിടെ പോയത്. എനിക്ക് പെട്രോൾ അടിക്കണമെന്നുള്ളൊരു മൈൻഡൊന്നുമില്ല. ഞാൻ ഇയാൾ ജസ്റ്റ് ഒന്ന് കാണണം എന്നുള്ള മൈൻഡിൽ മാത്രമാണ് ഞാൻ അവിടെ പോയത് കേട്ടോ. എനിക്ക് തോന്നുന്നു പെട്രോൾ ചലഞ്ച് ആദ്യം കൊണ്ടുവന്നതിന് ഈ ഒരാളാണ് കേട്ടോ. പെട്രോൾ ചലഞ്ച് ആദ്യം ഒരു ടൈപ്പിൽ കൊണ്ടുവന്നു. പിന്നെ അത് വേറെ കുറേ ആൾ അനുകരിച്ചപ്പോൾ ആ ഒരു ഇതിനെ മാറ്റി വേറൊരു മോഡൽ കൊണ്ടുവന്നു കേട്ടോ. എന്തായാലും ഇയാളുടെ അവതരണം എല്ലാം ഒക്കെ നൈസാണ്. അങ്ങനെ നെക്സ്റ്റ് നമ്മൾ 1 മില്യൻ്റെ കേക്ക് മുറിലേക്കാണ് കേട്ടോ. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും, അതുപോലെ പുറത്തുനിന്ന് വന്നവർക്കും എല്ലാവരും കൂടി കേക്കൊക്കെ കൊടുത്ത് പെട്രോൾ ചലഞ്ചിൽ പങ്കെടുത്തിട്ടും എല്ലാവരും കേക്കൊക്കെ കഴിച്ച്. അപ്പം ഉബൈദിൻ്റെ 1 മില്യൺ സെലിബ്രേഷൻ എന്തായാലും അടിപൊളിയാക്കിയിട്ടുണ്ട്. ഉബൈദും ഹാപ്പിയായി, ഞങ്ങളും ഹാപ്പിയായി. അങ്ങനെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. Ready? 1, 2, 3, start. Okay.